നമസ്കാരം. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലുള്ളത്. ഞങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ട്രെയിനായ കേരള എക്സ്പ്രസിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലത്തെ INA മാർക്കറ്റിലാണ്. സമയം ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞു. നമ്മുടെ ട്രെയിൻ 8:10 പുറപ്പെടുന്നതുകൊണ്ട് 4:10 തന്നെ ട്രെയിനിന്റെ ചാർട്ടൊക്കെ പ്രിപ്പയർഡായി. കേരള എക്സ്പ്രസ് അതിന്റെ പതിവ് രീതി തെറ്റിച്ചിട്ടില്ല. ഇന്നും വണ്ടി റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. രാത്രി 8:10 പുറപ്പെടേണ്ട വണ്ടി ഇനി 11 മണിക്ക് പുറപ്പെടുള്ളൂ. എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ഒക്കെ വന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സർക്കിളില്ലേ, ഇവിടെ മുഴുവനും മലയാളി മയമാണ്. ആ ഒരു ഭാഗത്ത് തന്നെ 3 മലയാളി ഹോട്ടലുണ്ട്. ഇവിടത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 2 ഹോട്ടൽസ് ഉണ്ട്. ഇവിടെ ഒരു കടയുണ്ട്, തങ്കം മലയാളി കട. അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്തേക്കൂടെ കുറച്ച് നേരം നടക്കാം. കാരണം ഞങ്ങൾ ഇപ്പോഴൊന്നും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നേ ഇല്ല. ഒരുപാട് നേരം സമയമുണ്ട്. ഇതുണ്ട ഊണ്, മീൻകറി എല്ലാം ഉണ്ട്. അപ്പൂസ് ഹോട്ടൽ, കേരള പൊറോട്ട, കപ്പ, ഫിഷ് കറി, ചിക്കൻ ഫ്രൈ, മസാല ദോശ എല്ലാം ഉണ്ടല്ലോ ഇതിൽ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൂടെയൊക്കെ നടക്കാം. ഈ ഒരു INA മാർക്കറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഡൽഹിൻ്റെ മറ്റൊരു മാർക്കറ്റായ സരോജിനി മാർക്കറ്റ് ഭാഗത്തേക്ക് പോകാം. നമുക്ക് ഇതിലൂടെ കുറച്ച് നേരം നടക്കാം. എന്നിട്ട് നേരെ ഒരു മെട്രോ ഉണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അവിടുന്ന് മെട്രോ കയറി നേരെ സരോജിനി മാർക്കറ്റ് ഭാഗത്തേക്കും കൂടെ പോവാം. ഇവിടെയൊക്കെ ലൈവായിട്ട് പൂരിയൊക്കെ ചുറ്റി കൊടുക്കുന്നതാണ് കേട്ടതാ. ഇതല്ലേ നൂഡിൽസ് അല്ലേ എവിടെ ആക്കുന്നത്? ലസ്സി 60 രൂപ. ഇവിടെ തുണികളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്ഥലം ഇതാ. നമുക്കങ്ങ് അവിടെയാണ് മെട്രോ സ്റ്റേഷൻ. സെയില് 300, സെയില് 250, സെയില് 350. ഇതിൻ്റെയൊക്കെ പ്രൈസാണ് കേട്ടത്. ഇത് ഫിക്സ് പ്രൈസ്, അതായത് ഫിക്സഡ് ആയിട്ടില്ല. ഇത് ബാർഗെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിൽ കാണുന്ന ഈ ഒരു പ്രൈസിൽ തന്നെ വാങ്ങിച്ചെടുക്കണം. ഇതൊന്നല്ല, ഇതിനെക്കാട്ടും പ്രൈസ് കുറഞ്ഞ തുണി ഇല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കട മാത്രമൊന്നുമല്ല, 100 രൂപയ്ക്കൊക്കെ നല്ല സാധനം കിട്ടും. ഇവിടുന്ന് ടുവേഴ്സ് മജ്ലിസ് പാർക്ക് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന മെട്രോ ഒക്കെ കയറിയിട്ടാണ് സരോജിനി മാർക്കറ്റ് ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ മെട്രോ കയറാം. സരോജിനി നഗർ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വന്ന ആ ഒരു മെട്രോ ഇതാ ഇവിടുന്ന് പോയി. ഇപ്പം നമുക്ക് നേരെ മാർക്കറ്റ് ഭാഗത്തോട്ട് പോവാം. ഇതാണ് സരോജിനി നഗർ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് ഇനിയിപ്പോൾ മാർക്കറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സരോജിനി മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ്. വെൽക്കം ടു സരോജിനി മാർക്കറ്റ്. ഇനിയിപ്പം ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്തോട്ടാണ് കയറേണ്ടത്. ഇതുവഴിയാണ്, അതിലൂടെ ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്, അതുവഴിയാണ് കയറേണ്ടത്. സരോജിനി മാർക്കറ്റിലാണ് നല്ല തിരക്ക്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് പോവാം. നമ്മൾ നേരെ തന്നെയാണ് പോകുന്നത് ഈ ഒരു ഭാഗത്തേക്ക്. നമ്മൾ ജാക്കറ്റൊക്കെ വാങ്ങിച്ചത് ഈ ഒരു സരോജിനി മാർക്കറ്റിൽ നിന്നാണ്. നമുക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക ഡ്രസ്സ് ഇവിടെ തന്നെയാണ് കൂടുതൽ വാങ്ങിക്കാറ്. ഇവിടെ കണ്ട സെയിൽ 100, അതായത് ഈ ഒരു ഇതൊക്കെയാണ് 100 രൂപക്ക് കിട്ടുക. ഇതിലൊക്കെ നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളുണ്ട് കേട്ടോ, നോക്കി എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ 50 രൂപ കണ്ടതാ, സെയിൽ 50. ഈ ഒരു കടയായാലും ഒരു ഭാഗത്തേക്ക് കാണുന്നത് മൊത്തം തന്നെയാണ്. ഇതുണ്ട് ഇവിടെയൊക്കെ മൊത്തം കണ്ട പല പല റേറ്റിനാണ്. സെയിൽ 200, 200, 150, 100, സെയിൽ 30. അവിടെ 30 വരെയുണ്ട്. ഈ ഒരു ഷർട്ടില്ലേ, ഈ ഒരു ഇതിന് 50 രൂപ കണ്ട, സെയിൽ 50. ഇതിന് 50 രൂപ. നല്ല തുണി ഉണ്ടാവും ഇതിലുണ്ടാ. ഈ ഒരു ടീഷർട്ടൊക്കെയാണ് 50 രൂപ. നല്ലത് നോക്കി എടുക്കണം. ഒരു 50 രൂപ മാത്രം. അതെ, 50 രൂപ വേണം. ഡൽഹിയിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്ത് ട്രെയിന് കയറി പോവാം. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാ ടൈപ്പ് ഡ്രസ്സും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു INA മാർക്കറ്റും അതുപോലെ തന്നെ സരോജിനി മാർക്കറ്റും, ഈ 2 മാർക്കറ്റിലേക്കും ഞങ്ങൾ വരാനുള്ള മെയിൻ ഉദ്ദേശം, ഞങ്ങളിനിപ്പോൾ നേരെ ട്രെയിൻ കയറി കേരളത്തിലോട്ട് പോവാണല്ലോ. അതുപോലെ തന്നെ നിങ്ങളും കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റിലേക്കൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് പോവാം. അതായത് ഈ സരോജിനി മാർക്കറ്റ് വന്നാൽ ചീപ്പായിട്ട് ഒരുപാട് ഡ്രസ്സുകൾ കിട്ടും. നമ്മുടെ ടീഷർട്ട് ആയാലും ജാക്കറ്റ് ആയാലും പലതരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങി നേരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മളിന്ന് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അതെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് പോകാല്ലേ. കാരണം നല്ല ഇരുട്ട് വന്നു തുടങ്ങി. എന്നാലും അവിടെ പോയാലും ഒരുപാട് സമയമുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ, ഇത് റെയിൽവേ സ്റ്റേഷന്റെ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഭാഗമാണ്.
കാരണം ഇവിടെയാണ് മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നത്. നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന കേരള എക്സ്പ്രസ് റീഷെഡ്യൂൾ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മിനിയാന്നാണ് ട്രിവാൻഡ്രത്ത് നിന്ന് വിട്ടത്. ഇവിടെ ഇന്ന് ന്യൂഡൽഹിയിൽ ഉച്ചയ്ക്ക് 1:30 എത്തേണ്ട ട്രെയിൻ എത്തിയത് 6 മണിക്കാണ്. അപ്പൊ അത് ടൈം ഒരുപാട് ഡിലേ ആയല്ലോ. ആ ഒരു സമയം കൊണ്ടാണ് വണ്ടി 11 മണിക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പൊ പോകുന്നത്. അല്ല, ഇതൊരു പതിവൊന്നുമല്ല കേരള എക്സ്പ്രസിന്റെ കാര്യം. ഒരു വർഷത്തിന് മുകളിലായിട്ട് എപ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞൊരു 2 മാസത്തിന്റെ ഒരു കാലയളവ് പറയുകയാണെങ്കിൽ ഡിസംബർ ജനുവരി ഒക്കെ ഫോഗ് കാരണം ഡിലേ എന്ന് പറയാം. അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നമുക്ക് മധുരയിൽ ട്രാക്ക് പണി നടക്കുന്ന സമയത്ത് കേരള എക്സ്പ്രസ് ക്യാൻസൽ ആയിരുന്നു, അതിന്റെ ഡിലേ എന്ന് പറയാം. ഇതിപ്പോ അതൊന്നും അല്ല, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇത് എന്താണെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ന്യൂഡൽഹിയിൽ ഉച്ചയ്ക്ക് 1:30 എത്തിയിട്ട് വൈകുന്നേരം 7 മണിക്ക് ഇവിടുന്ന് വേറൊക്കെ പ്ലാൻ, അതായത് കാശ്മീരൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നവർ 8-ന്റെ പണി 11 മണിക്കും. കാരണം എന്ന് വെച്ചാൽ വണ്ടി ചിലപ്പം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അല്ല, വേറൊരു റീസൺ ഈ വണ്ടി 6 മണിക്ക് എത്തിയാലേ ഈ ക്ലീനിങ്ങിന് വേണ്ടി ഇത്രയെല്ലാം ടൈം വേണോ? അറിയില്ല. കാരണം ഇത് നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഭയങ്കര എന്താ പറയാ 8-ന്റെ പണിയാണ് ശരിക്കും പറഞ്ഞാല്. ഇതൊന്ന് ക്ലിയർ ആക്കി കൂടെ അല്ലേ? ഒരു ദുരിതം തന്നെയാണ്. കാരണം നമുക്ക് അത് പറയാൻ വാക്കുകളില്ല. കാരണം അത് അല്ലല്ല, അതിൽ വേറെ കാര്യമുണ്ട്. ഇന്ന് 11 മണിയല്ലേ, 1 മണി 2 മണിക്കൊക്കെ ഇവിടുന്ന് പുറപ്പെട്ട സംഭവമൊക്കെ ഉണ്ട്. അത് ഇതൊന്നും ഒരു ലേറ്റ് അല്ല. 24 മണിക്കൂർ ലേറ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് എത്തിയ ഒരു കണക്ക് വരെ നമ്മുടെ കേരള എക്സ്പ്രസിന്. അതെ, നമ്മളിന്ന് പോകുന്ന കേരള എക്സ്പ്രസ് എത്ര മണിക്കാണ് ട്രിവാൻഡ്രം എത്തുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ 16 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. രാത്രി വന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. രാത്രിക്ക് ഞങ്ങൾ കഴിക്കുന്നത് വെജ് താലിയാണ്. റൈസ് ഉണ്ട്, ദാലുണ്ട്, പനീറുണ്ട്, പിന്നെ വേറൊരു കറിയും കൂടി ഉണ്ട്, 4 റൊട്ടിയും കൂടി ഉണ്ട്. നവിക്കും അത് തന്നെയാണ്. പിന്നെ ഈ ഒരു ദാലിക്കായത് 120 രൂപയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? ക്വാണ്ടിറ്റി കണ്ടിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ കറികളൊന്നും അത്ര വലിയ എന്താ പറയാ വേണമെന്നില്ല. എനിക്ക് ദാലും ചോറും ഇഷ്ടം, അതും ഈ ഒരു റൊട്ടിയും അല്ലേ? റൊട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഗേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് പഹഡ്ഗഞ്ച്, നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാറ് ഈ ഒരു പഹഡ്ഗഞ്ച് ഭാഗത്താണ്. രാത്രിക്കത്തെ തിരക്ക് കണ്ട എന്താ അല്ലേ? എത്ര വണ്ടികൾ ഈ രാത്രിക്ക് പല പല ഭാഗത്തേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് നവി ഇവിടെ. അതെ അതെ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തണുപ്പും കൂടി ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറിയിട്ട് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അതെ, എന്നാ പിന്നെ നേരെ ഇതിന് ഈ ഒരു വഴി തന്നെ കയറിയിട്ട് അതോട് കയറാം. വെയിറ്റിംഗ് റൂം ആ ഒരു ഫസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഉള്ളത്. 126 കേരള എക്സ്പ്രസ് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 11 മണി, അതായത് 23 മണിക്കാണ് പുറപ്പെടുക. അയ്യ ആവട്ടെ. 126 കേരള എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 3. ഇനിയിപ്പോൾ ഇവിടത്തോട്ട് പോവാം. സമയം ഇപ്പം 22:14, 10:15. ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തമിഴ്നാട് എക്സ്പ്രസും കർണാടക എക്സ്പ്രസും ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് ഒക്കെ 1 മണിക്കൂർ 1.25 മണിക്കൂർ ആ ഒരു ടൈമിന്റെ ഡിലേകളാണ് ഉള്ളത്. ഇതിന് പുറമെ നമ്മളെ വണ്ടി 2 മണിക്കൂർ 50 മിനിറ്റ്, അതായത് 3 മണിക്കൂർ. ഇതിലൊക്കെ ഉൾപ്പെടുത്താത്ത വേറൊരു വണ്ടിയുണ്ട്, തെലുങ്കാന എക്സ്പ്രസ്. അത് 10 മണിക്കൂറാണ് റീഷെഡ്യൂൾ ചെയ്തത്. ഇവിടുന്ന് വൈകുന്നേരം 4 മണിക്ക് എടുക്കേണ്ട വണ്ടിയാണ്. അതായത് നാളെ പുലർച്ചെ 2 മണിക്ക് അത് എടുക്കുള്ളൂ. ഒരു 1.5 ഡിലേ ആണല്ലേ നവി? അത് യാത്രക്കാര് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അത് എല്ലാ വണ്ടിയും കണക്ക് തന്നെ. അപ്പൊ ഒരു വണ്ടി മാത്രമൊന്നും അല്ല. ഡൽഹിയിൽ അതായത് ആ വണ്ടി, അതായത് തെലുങ്കാന എക്സ്പ്രസ് ഹൈദരാബാദ് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. എല്ലാം കണക്ക് തന്നെയാണ്. ഈ ഒരു സമയത്ത് ഡൽഹി എല്ലാം ഒരേപോലെ തന്നെയാണ്. സമയം ഇപ്പൊ 10:30 കഴിഞ്ഞ്. ഈ ഒരു വണ്ടി ഈ ഒരു സമയത്ത് ആഗ്രഹമൊക്കെ കഴിയേണ്ട ടൈമാണ്. ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഇനിയിപ്പോ വണ്ടി വരും. നമ്മളെ ആ ഒരു വണ്ടി നമ്പറൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ട്രെയിൻ നമ്പർ 126 ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 3-ലേക്ക് ഇതാ കടന്നു വരികയാണ്. സമയം ഇപ്പോൾ 10:39. ഈ ഒരു സമയത്താണ് ട്രെയിൻ ഇവിടത്തോട്ട് വരുന്നത്. നമ്മുടെ ലോക്കോമോട്ടീവ് വരുന്നത് WP7 ആണ്. ഇത് തന്നെയാണ് അങ്ങ് വരെ ഉണ്ടാവുക. WP7 ഭഗത് കി കോത്തി, തിരുവനന്തപുരം ന്യൂഡൽഹി. ഇതാണ് നമ്മുടെ കേരള എക്സ്പ്രസ്. ഇതിന്റെ കോച്ചുകളുടെ എണ്ണം പറയാൻ, ഇതിന് ടോട്ടലി 3 ജനറൽ ക്ലാസ്സാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പറിലേക്ക് വരാം. 6 സ്ലീപ്പർ ക്ലാസ്. അത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് എ സി വരുന്നത് 6 എണ്ണം. പിന്നെ സെക്കൻഡ് AC അത് 2 എണ്ണമാണ്. പിന്നെ ഇതിലൊരു വേറൊരു കോച്ച് കൂടെ ഉണ്ട്, തേർഡ് AC എക്കണോമി M1. അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിലാണ് ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നത്.
ഇവിടെയൊക്കെ സ്ലീപ്പറാണ്. S6 ഇത് പാൻട്രി ആണ്. ഈ ഒരു പാൻട്രി കഴിഞ്ഞ പാടുള്ള കോച്ചാണ് നമ്മുടേത്. AC എക്കണോമി M1. ഈ കാണുന്നത് ഈ വരുന്നത് നല്ല പുത്തൻ കോച്ച്, എന്തായാലും അടിപൊളി. ഇത് നോക്കിയേ, ഇത്രയും നല്ല നീറ്റ് കോച്ച് കേരള എക്സ്പ്രസിനുണ്ടല്ലോ, അടിപൊളി. ഇത് AC എക്കണോമി. ഇത് ഏത് വർഷം ഉണ്ടാക്കിയതും കൂടെ ഒന്ന് അറിയണ്ടേ? 2021 പക്ഷെ എന്നാലും അടിപൊളി, നല്ല കോച്ച്. നമ്മുടെ ബെർത്ത് ഇവിടെ നിന്നല്ല വരുന്നത്, 13ഉം 14ഉം ആണ്. അപ്പം ആ ഒരു ഭാഗത്തോട്ട് 13, 14, അതായത് ഈ ഒരു അപ്പറും ഈ ഒരു മിഡിലും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, നല്ല അടിപൊളി ബെർത്ത് തന്നെ കേട്ടാ. റീഡിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ കോച്ചിൻ്റെ ഇവിടെ നമുക്ക് റീഡിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മിഡിലിൻ്റെ ഇവിടെ എത്തുവാണെങ്കിലും ഇതൊക്കെ ഉണ്ട്. ചാർജിങ് സോക്കറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇവിടെയാണ് ഈ ഒരു ബെർത്തിൽ നവി കിടക്കും, ഈ ഒരു ബെർത്തിൽ ഞാൻ കിടക്കും. ഈ ഒരു AC എക്കണോമീൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് B6, അതായത് AC വരുന്നത്. ഇവിടെയൊക്കെ ബോർഡ് ഹിന്ദിയിലാണ്. തിരുവനന്തപുരം നൈ ദില്ലി. നമുക്കിതിൻ്റെ ഒരു മലയാളം ബോർഡ് കാണണ്ടേ? കാരണം ന്യൂഡൽഹിയിൽ നിന്ന് ഒരു മലയാളം ബോർഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. അപ്പോൾ അത് നോക്കി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കാരണം വണ്ടി ഇപ്പോഴേ എടുക്കൂല, കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഏത് ഭാഷ? ഇവിടെ ഇംഗ്ലീഷ്. ഇതും പോരാ, നമുക്കിതൊന്നും പോരാ, നമുക്ക് മലയാളം കണ്ടേ പറ്റൂ. ഇവിടെ ഇതാ മലയാളം, ന്യൂഡൽഹി തിരുവനന്തപുരം. ഇത് ഇവിടുന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം ഒന്ന് വേറെ തന്നെയാട്ടാ. ഇത് B4 കോച്ച്. ഞങ്ങൾ ഈ ഒരു കേരള എക്സ്പ്രസ്സിൽ 2 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലിസ്റ്റ് ഉണ്ടായത് കേട്ടോ. പിന്നെ അത് ഇറങ്ങി RAC ആയി. പിന്നെ ചാർട്ട് പ്രിപ്പയർഡ് ആകുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 ബെർത്ത് കിട്ടുകയും ചെയ്തു. വലിയ അധികം എന്താ പറയാ ഹൈ ലെവലായിട്ടുള്ള വെയിറ്റ് ലിസ്റ്റ് ഒന്നും അല്ലാണ്ട് ഞങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടായി എന്തായാലും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ ഞങ്ങൾക്ക് AC എക്കണോമിക്ക് ഒരാൾക്ക് വന്ന പ്രൈസ് പറഞ്ഞാൽ 2420 രൂപയാണ്. പിന്നെ വേറൊരു അർജന്റായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഇന്ന് ഈ ട്രെയിൻ ഇവിടെ എത്തിയത് ഡിലേ ആയിട്ടാണല്ലോ, എന്നെ തിരിച്ചു പോവാണ് റീഷെഡ്യൂൾ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാത്റൂമിന്റെ അവസ്ഥയൊക്കെ ചിലപ്പോൾ പരിതാപകരം തന്നെയാണ്. ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ട്. അതെ. Train number 1266 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 11:06 നമ്മുടെ വണ്ടി എടുത്തത്. ഇവിടെ ഒരു പട്ടിക്കുട്ടനൊക്കെ ഉണ്ട്. ഒരു ദീർഘമായ യാത്രയ്ക്ക് ഇവിടുന്ന് തുടക്കം കുറിക്കുകയാണ്. ഇപ്പൊ ഹസ്രത്ത് നിസാമുദ്ദീൻ വഴിയൊക്കെ പോകും, സ്റ്റോപ്പില്ല. അവിടെ ഒരു WP5 ഗാസിയാബാദിന്റെ ഇവിടെ ഒരു നെയിം ബോർഡ് ഉണ്ട്. ഇപ്പം നൈ ദില്ലി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനോട് വിട. രാജ്യ തലസ്ഥാനത്ത് നിന്ന് സംസ്ഥാന തലസ്ഥാനത്തേക്കുള്ള യാത്ര, ഒരു ദീർഘമായ യാത്ര. ട്രെയിൻ ഇപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതെ, സ്കിപ്പ് ചെയ്യുക. ഹസ്രത്ത് നിസാമുദ്ദീൻ വണ്ടിയെ കാണുന്നില്ലല്ലോ. പ്ലാറ്റ്ഫോംസ് ഒക്കെ ടോട്ടലി എംപ്റ്റി ആയത്. ആദ്യമായിട്ട് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കിടന്നു, ഒരു വണ്ടിയും ഇല്ല. നോക്കിയേ, ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോം ആയിട്ട് ഈ കാണുന്നത്.
ഹസ്രത്ത് നിസാമുദ്ദീനും കഴിഞ്ഞു. സമയം ഇപ്പോൾ 11:50 അതായത് 12 മണി തന്നെ ആവാനായി. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ രാത്രി കിടന്നുറങ്ങുവാണ്. ഞങ്ങളെ കോച്ചിൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, കാരണം ഒരുപാട് പാസഞ്ചേഴ്സൊക്കെ കടന്നുറങ്ങി. നിങ്ങൾക്കറിയാം, ഒരു അർദ്ധരാത്രി ആയല്ല. അപ്പോൾ ആ സമയത്ത് ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഞങ്ങൾ വീഡിയോ എടുക്കൂല, അതിന് എടുക്കുകയും ചെയ്യില്ല. അപ്പം ഇന്ന് രാത്രി കിടന്നുറങ്ങാണ്. നമുക്കിന്ന് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7:45. നോർത്തേൺ റെയിൽവേന്നൊക്കെ വന്നിപ്പോൾ നോർത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. വീരാങ്കന ലക്ഷ്മിബായി ഝാൻസി ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു കാര്യമൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഇന്നലെ രാത്രിക്ക് ട്രെയിൻ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാദ്യം നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. വണ്ടിയിൽ ഫയർ അലാം. എന്തോ ഇത് ചൈൻ പിടിച്ചിട്ടുണ്ട്. എന്റെ പൊന്നോ, സമയം 4:15. 4:15 ഈ അലാമ. എന്റെ പൊന്നോ, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? നവീനൊക്കെ നോക്കിയേ, നേരെ എണീറ്റാണ് എല്ലാം ഇതൊക്കെ അങ്ങ് ഊരി വെച്ചിട്ടുണ്ട്. ചെരുപ്പൊന്നും ഇടാൻ പോലും പറ്റിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ടോട്ടലി എന്തോ ഒരു ഭീകരത മൊത്തം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുലർച്ചെ 4 മണിക്കുണ്ടായൊരു സംഭവമാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി ബാത്റൂമിൽ കയറി സിഗരറ്റ് വലിച്ചു. ആ ഒരു സിഗരറ്റ് വലിച്ചതിനാണ് ആ ഒരു കോച്ചിലുള്ള മുഴുവൻ ആൾക്കാരും ഈ ഒരു മോശം അനുഭവം നേരിട്ടത്. അരമണിക്കൂർ വണ്ടി നിർത്തി RPF വന്ന് ചെക്ക് ചെയ്തിട്ടാ പോയത്. എന്താ പറയാ, നിങ്ങൾ ദയവ് ചെയ്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സിഗരറ്റ് വലിക്കാതിരിക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് വലിച്ചാൽ മതി. അത്ര കാരണം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടായിരിക്കുക. ട്രെയിൻ അരമണിക്കൂറാണ് അവിടെ കളഞ്ഞത്. പക്ഷെ നിലവിലെ ട്രെയിൻ ഇപ്പോൾ 6 മണിക്കൂർ ഡിലേ ആണ്. അതായത് ന്യൂഡൽഹിയിൽ വിടുമ്പോൾ 3 മണിക്കൂറാണ് ഉണ്ടായത്. ഇവിടെ എത്തുമ്പോൾ 6 മണിക്കൂർ ഡിലേ. അതെ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിന് മേലെ എന്തായാലും ട്രെയിൻ നിർത്തും. പിന്നെ നവി ഈ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനത് ഓൾറെഡി ഊരി മാറ്റിയിട്ടുണ്ട്, കാരണം വലിയ തണുപ്പൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മാർച്ച് മാസമാണല്ലോ. നമ്മൾ മാർച്ച് മാസത്തിന്റെ തുടക്കത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ തണുപ്പൊന്നും ഉണ്ടല്ലോ, തണുപ്പ് അത്യാവശ്യം കുറഞ്ഞു. അതോടുകൂടി ഈ നമ്മുടെ ജാക്കറ്റൊക്കെ ഇനി ഊരി വെക്കാൻ പോവാണ്. അടുത്ത വർഷം നമുക്ക് മിക്കവാറും ജാക്കറ്റ് ഉപയോഗിക്കാം. വീരാങ്കന ലക്ഷ്മിബായി ഝാൻസി ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടലി 8 പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. UP-യിലത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് ഈ പറയുന്ന ഝാൻസി. റീനെയിം ചെയ്തതാണ് ഇപ്പോൾ വീരാങ്കന ലക്ഷ്മിബായി ഝാൻസി ജംഗ്ഷൻ ആയത്. അതുപോലെ തന്നെ നമ്മുടെ ഝാൻസി റാണിയുടെ പേരിലാണ് ഈ ഒരു സ്റ്റേഷൻ അറിയപ്പെടുന്നത് തന്നെ. സമയം ഇപ്പോൾ 7:50. ഇവിടുന്ന് വണ്ടി എടുത്തു. ഈ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തെ പ്ലാറ്റ്ഫോമിന് അത്ര വൃത്തിയൊന്നുമില്ല. ഇനി അടുത്തത് ബിനയാണ്. ബിന ജംഗ്ഷൻ 10 മണിയാവും എന്തായാലും എത്തുമ്പോൾ. ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല രീതിയിൽ ക്ലീൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ നമുക്ക് ഇനിയിപ്പോ പല്ലൊക്കെ തേക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ജാൻസിനൊക്കെ കേറിയിട്ട് അതുപോലെ തന്നെ വൃത്തിയൊക്കെ ആക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മള് എന്താ പറയാ, ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ തിരുവനന്തപുരത്ത് കൊച്ചുവേളി തന്നെയാണല്ലോ. ഇതെല്ലാം റീഷെഡ്യൂൾ ചെയ്തോണ്ട് വലിയ വൃത്തി നമ്മൾ അത്രക്കൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നല്ല വൃത്തി വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ന്യൂഡൽഹിയിലേക്ക് വരണം അല്ലേ? അതാണ് പക്ക നല്ല വണ്ടിയായിട്ട്. അപ്പൊ ബ്രഷൊക്കെ എടുത്തോ, പല്ലേക്കാം. ട്രെയിൻ വീണ്ടും സ്ലോ ആവുകയാണല്ലോ. ഒരു സ്പീഡ് എടുത്ത് തുടങ്ങുന്നേ ഇല്ല. സൂര്യനൊക്കെ നല്ല രീതിയിൽ ഉദിച്ചു വന്നു. ഇപ്പം നല്ല ചൂടുണ്ട്. അവിടെ മുഴുവനും കൃഷിപ്പാടമാണ് ആ ഒരു ഭാഗത്ത്. രാവിലെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് പൂരി സബ്ജിയും അതുപോലെ തന്നെ ഇത് ഉപ്മാവടയും. അപ്പോൾ രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് 50 രൂപയായത്, ഇതിന് 40 രൂപ. പൂരി സബ്ജിക്ക് 50 രൂപ. പൂരി ഉണ്ട്, സബ്ജി ഉണ്ട്, അതായത് ഒരു കറി. ഇത് എത്ര പൂരി ഉണ്ട് നോക്കണല്ലോ? 4 എണ്ണം. 1 2 3 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇതോ, ഇതിന്റെ അകത്ത് ഇത് ഉപ്മാവ് വടാന്നാ പറഞ്ഞത്. ഒരു വടയുണ്ടാവൂലേ? വടയുണ്ട്. അപ്പോൾ ഇത് ചട്നിയാണ്, ഇത് ചട്നിയും കൂടിയാണ്. അപ്പോൾ ഉപ്മാവ് വട. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ രാവിലെ തന്നെ ഇഡ്ഡലി വടയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കട്ട്ലറ്റ്, ബ്രെഡ് കട്ട്ലറ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ 2 സംഭവങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടും. രണ്ടുമാണ് വാങ്ങിയത്, 90 രൂപയായി രണ്ടിനും കൂടിയിട്ട്. ട്രെയിൻ ഇപ്പം മധ്യപ്രദേശിലെത്തി. ഇപ്പോൾ ഒരു ട്രെയിൻ വരും, വിശാഖപട്ടണം ഹസ്രത്ത് നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്. ഞങ്ങൾ ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് മധുരയിൽ നിന്ന് വിശാഖപട്ടണം വരെ.
ട്രെയിൻ ഇപ്പോൾ ബിന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെയിൻ വരുന്നുണ്ട്, തിരുപ്പതി ഹസ്രത്ത് നിസാമുദ്ദീൻ. ആന്ധ്രാപ്രദേശ് സമ്പർക്രാന്തി എക്സ്പ്രസ്. ആന്ധ്രാപ്രദേശ് സമ്പർക്രാന്തി എക്സ്പ്രസ് ആണിത്. ട്രെയിൻ ഇപ്പോൾ ബിന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ്, അതായത് WCR. നേരത്തെ നമ്മൾ NCR ഉണ്ടായത് നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ്. ഇപ്പം ഇവിടത്തോട്ടായി. ഇവിടെ 5 മിനിറ്റ് ഉണ്ട്, പക്ഷേ 5 മിനിറ്റ് നല്ല വണ്ടി നിൽക്കുക, കാരണം അതിന് മേലെ എന്തായാലും നിൽക്കും. അതായത് ഈ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. വണ്ടി ഇപ്പൊ നിലവിൽ 6 മണിക്കൂർ 45 മിനിറ്റ് ആണ് ഡിലേ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റും. നമ്മുടെ കേരള എക്സ്പ്രസ് ന്യൂഡൽഹിയിൽ നിന്ന് പണ്ട് പുറപ്പെട്ടിരുന്നത് ഉച്ച സമയത്ത്, അതായത് ഒരു 11:45 ആ ഒരു ടൈമിലാണ് നേരത്തെ പുറപ്പെട്ടത്. ഇപ്പോഴാണല്ലോ അത് 8:10 മാറിയത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉച്ച സമയമാണ് നല്ലതല്ലേ? അതാണ് നല്ലത്. അതാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയാലും നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് കുറച്ച് വൈകുന്നേരം ആയാലും കയറാലോ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്തുന്നത് ഉച്ചക്ക് 2:45. നല്ല ടൈമായിരുന്നു അത്. ട്രെയിൻ ഇപ്പൊ പോകുന്ന സ്പീഡ് കണ്ടാ 126 കിലോമീറ്റർ, 127. ഇത് 130 തന്നെയാണ്. ഈ ഒരു സ്പീഡിന്റെ അങ്ങ് പോവുകയാണെങ്കിലുണ്ടല്ലോ, ഇപ്പൊ കാണുന്ന ഡിലേ കുറച്ചങ്ങ് കുറയും. യെസ്, 130 ഇപ്പൊ അടിക്കും. ഇവിടെയൊക്കെ നല്ല കൃഷിപ്പാടാണിത്, നെല്ലാണിത്. ഇവിടെ നല്ല രീതിയിലുണ്ട്. ഇത് നെല്ലല്ല, ഇത് വേറെ എന്തോ ഒരു കൃഷിയാണ്. സമയം ഇപ്പം 12:20. മധ്യപ്രദേശിന്റെ ക്യാപിറ്റലായ ഭോപ്പാലിലേക്ക് എത്തി. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് തന്നെ ഒരു 10 മിനിറ്റിന് മേലെയായി. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. ലേറ്റ് ആയാലും ഇങ്ങനെ തന്നെ അല്ല അവസ്ഥ. ഒരു വണ്ടി നമ്മുടെ വണ്ടിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നേ ഇല്ല. പ്രയോറിറ്റി പറഞ്ഞ സാധനം ഇനി ഇല്ല, അത് പോയി. കാരണം 6 മണിക്കൂറിന് മേലെ ഇപ്പൊ തന്നെ ഡിലേ ആയല്ലോ. 7 മണിക്കൂർ ആവാനായി ഡിലേ. അത് വേറെ കാര്യം. ഇതാ ഇതിലൂടെ പശുവൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു റോഡുണ്ട്. മധ്യപ്രദേശ് RTC ആയത്. നേരെ ആ ഒരു സിറ്റി ഭാഗത്തേക്ക് പോവുക. ട്രെയിൻ ഇതാ ഭോപ്പാൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭോപ്പാലിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് കേരള എക്സ്പ്രസ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൻ്റെ ടൈം ഇതൊന്നും അല്ല. 7 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. 7 hours ഡിലേ. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി എത്തി. ഇവിടെ ഫുഡൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ ട്രെയിന് 5 മിനിറ്റിൻ്റെ ഹോൾട്ട്. ഇവിടെ ടോട്ടല് 6 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ ഒരു സ്റ്റേഷന്റെ കോഡ് വരുന്നത് BPL. ഇനി ഈ ഒരു കേരള എക്സ്പ്രസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. അത് ആഴ്ചയിൽ 4 ദിവസമാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലോടുന്ന ഡെയിലി എക്സ്പ്രസ് ട്രെയിനാണ് അവധാസം എക്സ്പ്രസ്. കേരള എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ഡെയിലി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. ആ ഒരു കാറ്റഗറി പറയുവാണെങ്കിൽ, അതായത് എന്താ പറയുക, നമ്മുടെ അവധാസം ആണെങ്കിൽ 3116 കിലോമീറ്ററാണ് ഓടുന്നത്. അത് ദിവസേന ഓടുന്ന ട്രെയിനാണ്. നമ്മുടെ കേരള എക്സ്പ്രസ് ആണെങ്കിൽ 3040 കിലോമീറ്റർ. പക്ഷേ നമുക്ക് അതിൻ്റെ വ്യത്യാസം വരുന്നത് നമ്മുടെ കേരള എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ആണ്. മറ്റേ അവധാസം സാധാരണ എക്സ്പ്രസ് ട്രെയിൻ മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലോടുന്ന ദിവസേനയുള്ള സൂപ്പർ ഫാസ്റ്റ് എന്നൊരു പദവിയുള്ളത് നമ്മുടെ കേരള സൂപ്പർ ഫാസ്റ്റിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ റെയിൽവേ സ്റ്റേഷനാണിത്.
ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷന് 7 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഭോപ്പാൽ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. പാൻട്രി തന്നെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കൊണ്ട് തന്നു. ഇതാണ് ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം. ഇത് 2 വെജ് ബിരിയാണിയാണേ. എനിക്കുണ്ട്, നവീനുണ്ട്. ഇത് പിന്നെ വെജ് താലിയൊക്കെ ഉണ്ടല്ലോ നവീ? ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എത്രയാണ് പൈസ ഒന്നും അറിയില്ല, കാരണം നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. ഇതിന്റെ പൈസ പിന്നെ മതി എന്നാണ് പറഞ്ഞത്. അതിന്റെ പൈസ ഒക്കെ പിന്നീട് പറയാം. അതുപോലെ തന്നെ ഈ തേർഡ് AC എക്കണോമിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്കി ഇത് സാധനല്ലേ, ഇത് നമ്മള് തലയൊക്കെ മുട്ടി. സത്യം പറയാം, എന്നെക്കാട്ടി നീളം മനുവിനായില്ലേ. മനു എങ്ങനെ ഇരിക്കുന്നത്? അതാണ് തേർഡ് AC കുറച്ചുകൂടെ നല്ലത്. തേർഡ് AC ഇല്ലാത്തതുകൊണ്ടാണ് ഇത് എടുത്തു പോയത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും പ്രിഫറൻസ് കൊടുത്തിട്ട് 2 അപ്പർ ബർത്ത് എടുക്കുന്നത്. അപ്പർ ബർത്തിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു അപ്പർ ബർത്താണ് ഏറ്റവും കംഫർട്ടബിൾ. മിഡിൽ ബർത്ത് കിട്ടിയ അവസ്ഥ ഇപ്പൊ എന്റെ താഴ്ച വെച്ച് ലഗേജ് ഒക്കെ അവിടെ വെച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ മിഡിൽ ബർത്തിന് ലോവറൊക്കെ പോകാൻ വേണ്ടിട്ട്. പിന്നെ വൈകാതെ തന്നെ ഇത് കഴിക്കാം. ഇതൊരു ഗാർഡ് സെക്ഷൻ ആണ്. റേഞ്ച് ഒന്നും ഇല്ല, മൊബൈലിന്റെ സിമ്മൊക്കെ കട്ടായിക്കുക. അതായത് ഭോപ്പാലിന് ഇത്താർസിലേക്ക് പോകുന്ന ഭാഗം. ഇങ്ങനെയാണ് വണ്ടി പോകുന്നത്. വണ്ടി വളഞ്ഞു പോകുന്നത് കാണുന്നില്ലേ? ഓ, കിടലം ബ്യൂട്ടി. അങ്ങ് ആ ഒരു പാലത്തിലേക്ക്. അടിപൊളി. ഇതിലൂടെ ഒരു ചെറിയൊരു അരുവിയേറ്റ് ഒഴുകുന്നെന്നാ വിചാരിച്ചത്. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അല്ലല്ല, ഇവിടെ ഉണ്ട്. ഇതാ ഈ ഒരു ഭാഗത്താണ് അത് ഒഴുകുന്നത്. കുറച്ചേ വെള്ളമുള്ളൂ ഇവിടെ. ഇവിടെ ഒരു മന്ദിറുണ്ട്. ഇതാ ആ ഒരു മന്ദിറാണിത്. ഹനുമാൻജിയുടെ അതാ ഹനുമാൻ. ഇറ്റാർസി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു വലിയൊരു കർവ് കണ്ട, ഇങ്ങനെ വളഞ്ഞു കയറുക. ഈ ഇറ്റാർസിന്ന് ജബൽപൂരിലേക്ക് പോകുന്ന ഒരു ലൈനാണിത്. ഇറ്റാർസി ജംഗ്ഷൻ. ഇറ്റാർസി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ വന്നത്. WCR വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. ഇറ്റാർസി ജംഗ്ഷൻ. ഇവിടെ നമ്മുടെ ട്രെയിന് 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. ഇവിടെ വന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളൊക്കെ കണ്ടതാ. പിന്നെ ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് 4 റൂട്ടുകൾ പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വന്ന ഭോപ്പാൽ റൂട്ട്, ഇനി പോകുന്ന നാഗ്പൂർ റൂട്ട്, പിന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ ജബൽപൂർ റൂട്ട്, പിന്നെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഒക്കെ പോകുന്ന ഭുസവാൽ റൂട്ട്. ഇത്രയും റൂട്ട് വരുന്നതുകൊണ്ടാണ് ഇവിടെ ജംഗ്ഷൻ ആയത്. അതുപോലെ തന്നെ ഇവിടെ 8 പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ നമ്മുടെ ട്രെയിൻ വന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. ഇവിടെ പാൻട്രി കാറിൻ്റെ ഇവിടെ തന്നെ ഇതാ തിരുവനന്തപുരം, ന്യൂഡൽഹി. ഇനി നമുക്ക് ഈ ഒരു കേരള എക്സ്പ്രസിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ കേരള എക്സ്പ്രസ് ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ 1977ആണ്. അന്ന് ഈ ട്രെയിനിന്റെ പേര് കേരള എക്സ്പ്രസ് എന്നല്ല, KK എക്സ്പ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും ചിലർ അതിനെ വിളിക്കുന്നത് KK എക്സ്പ്രസ് ആണ്. ഈ KKന്റെ അർത്ഥം വരുന്നത് കേരള, കർണാടക എന്നാണ്. ആ 2 K വരുന്നത്. അപ്പോൾ അന്ന് 1977 തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസ് പുറപ്പെട്ടു. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കർണാടക എക്സ്പ്രസ് പുറപ്പെട്ട് ജോളാർപേട്ട് വെച്ചിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരെ ന്യൂഡൽഹിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് അതുകൊണ്ട് KK എക്സ്പ്രസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ന്യൂഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ജോളാർപേട്ട വരെ ഒരുമിച്ച് വന്നിട്ട് അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് 2 ഇരുഭാഗങ്ങളിലേക്ക് പോയിട്ട് ഒന്ന് തിരുവനന്തപുരം പോകും, ഒന്ന് ബാംഗ്ലൂർക്ക്. അതായത് ഒരു ലിങ്ക് എക്സ്പ്രസ് ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ 1983 സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ KK എക്സ്പ്രസ് അല്ലാതെ തന്നെ ഒന്ന് കേരള എക്സ്പ്രസ്, ഒന്ന് കർണാടക എക്സ്പ്രസിലേക്ക് മാറി. അതാണ് നമ്മുടെ കേരള എക്സ്പ്രസിൻ്റെ ഒരു ചരിത്രം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബിന ജംഗ്ഷൻ എന്ന് പറയണ്ടായി
രാത്രി 8:10 ന്യൂഡൽഹിയിൽ നിന്ന് വിടുന്നത് നേരത്തെ ഉച്ചക്കായിരുന്നത്. ആ. അത് 2020 നവംബർ 30 ആ ഒരു ചേഞ്ച് വന്നത് രാത്രിയിലേക്ക് മാറ്റിയത്. 10 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം ഇറ്റാർസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് നാഗ്പൂർ ജംഗ്ഷനാണ്. 298 കിലോമീറ്റർ ഉണ്ട് അവിടത്തോട്ട് പോകാൻ. നല്ല ടൈം ആവും എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും. ട്രെയിൻ ഇപ്പം 7 മണിക്കൂറിന് മേലെ ഡിലേ ആണ്. ഇന്നലെ വിടുമ്പോൾ വെറും 3 മണിക്കൂറുണ്ടേതാണ്. രാവിലെ 6 മണിക്കൂറായി, ഇപ്പൊ 7 മണിക്കൂറായി. ഇറ്റാർസിനോട് വിടാം. ഇവിടുന്ന് ഒരു പാരലർ റൺ ഉണ്ടല്ലോ, ഇത് അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ടതാ. ഇതേ നമ്മുടെ തൊട്ട് മുന്നിൽ. അതേത് വണ്ടിയാണെന്ന് നോക്കണം. ക്യൂരിയോസിറ്റി. ഏത് വണ്ടിയാ നോക്കാതെ ഒരു രക്ഷയില്ല. ലോക്മാനത്തിലേക്ക് ഹരിദ്വാർ. ഓ, ഇത് ഹരിദ്വാറിന്ന് മുംബൈയിലേക്ക് പോകുന്ന വണ്ടി. സെൻട്രൽ റെയിൽവേന്റെ വണ്ടിയാ. ഹരിദ്വാർ AC എക്സ്പ്രസ്. ഓ, ഇത് ഫുൾ AC വണ്ടിയാണ് കേട്ടോ. അത് വേറെ ഡയറക്ഷനിൽ പോയി, നമ്മൾ വേറെ ഭാഗത്തോട്ടും പോയി. അത് മിക്കവാറും ബുസവാല വഴി നേരെ ലോകമാനത്തിലേക്ക് പോകും. അതെ അതെ അതെ, മുംബൈയിലേക്ക് പോകുന്ന വണ്ടി ശരിക്കും പറഞ്ഞാല് ബുസവാലേക്ക് പോയിട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം വെറുതെ നാഗ്പൂരേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അത് നേരെ അങ്ങനെ പോയി. ഈ ഒരു ട്രാക്കിലേക്ക് വരേണ്ട ട്രെയിൻ അങ്ങ് അവിടെ വെയിറ്റിംഗിലാണ്. ഇതാ, അതും പോയി, നമ്മളും പോയി. ബൈ. വെറുതെ ഒരു ടാറ്റയും കൂടെ പറഞ്ഞേക്കാം. ഇത് ഗാർഡ് സെക്ഷൻ ആണേ. തുരങ്കൊക്കെ ഉണ്ട് ഈ റൂട്ടില്. ഒരു ടണൽ ഇപ്പൊ വരും. ഇതിലൊന്നും വെള്ളമില്ല. മഴക്കാലത്താണെങ്കിൽ നല്ല വെള്ളം വരും. മഹാരാഷ്ട്രയിലെ നാഗ്പൂരെത്തിരിക്കുകയാണ്. ഈ ഒരു ട്രെയിൻ പോകുന്നതില്ലേ, നേരെ റായ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ്. റായ്പൂര് ഹൗഡ ലൈനായത്. അങ്ങ് അവിടെയാണ് ഡയമണ്ട് ക്രോസിംഗ് ഉള്ളത്, ആ ഒരു ഭാഗത്ത്. നാഗ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:17 നാഗ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ. ഇവിടെ വലിയൊരു പാലം നമുക്ക് കാണാം, നോക്കിയാൽ തന്നെ കാണാം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന്. അതാണ് ഒരു ഹൈലൈറ്റ്. നാഗ്പൂർ ജംഗ്ഷൻ. ഇവിടുന്ന് ലേറ്റേ ഇല്ല, ഈ ഒരു ഭാഗം മുഴുവനാണ് ലേറ്റ് ഉള്ളത്. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടല് 8 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇത് സെൻട്രൽ റെയിൽവേ ആണ്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് NGP. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ട്രെയിനിൽ വാട്ടറിങ്ങൊക്കെ ഉണ്ടാവും. ആ ഒരു പാലം ഇല്ല, ഇതാ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു വ്യൂ നമുക്ക് എടുക്കാൻ പറ്റും. സമയം 7:20. ഇവിടെ എന്താ പറയുക, നമുക്ക് ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫ്രൂട്ട്സൊക്കെ വെക്കുന്നുണ്ട്. ഓറഞ്ച് സിറ്റി എന്നാണ് ഈ ഒരു നാഗ്പൂരിന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഓറഞ്ചൊക്കെ ഉണ്ട്. ഇതാ അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാം. അവിടെയും ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു കേരള എക്സ്പ്രസ്സിൽ തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2023 മാർച്ച് മാസത്തിൽ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേരള എക്സ്പ്രസ്സിൽ സ്ലീപ്പർ എങ്ങനെയാക്കുന്നത് ചോദിച്ചിട്ട്. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ഈ കൊങ്കൺ റെയിൽവേനെ അപേക്ഷിച്ച് വിജയവാഡ പോകുന്ന റൂട്ടിൽ പോകുന്ന ഒട്ടുമിക്ക ട്രെയിനിൻ്റെ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ജനറൽ ടിക്കറ്റൊക്കെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പകലൊക്കെ ഭയങ്കര എന്താ പറയുക ദുഷ്കരം തന്നെയാണ്. കൊങ്കണാന്ന് എനിക്ക് കുറച്ച് ബെറ്റർ. പക്ഷേ AC നല്ലതാണ് കേരള എക്സ്പ്രസ്. തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്കാണ് ബെറ്റർ. കാരണം ക്ലീനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ആണ്.
റീഷെഡ്യൂളിന്റെ കാര്യം വരുമ്പോൾ വളരെ ശോകമാണ്. 5 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. ഇതാണ് ഇവിടുത്തെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം അടിപൊളിയാണ്. ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. അടുത്ത സ്റ്റോപ്പിന് സേവാഗ്രത്താണ്. രാത്രിക്ക് ട്രെയിനിലുള്ള ഫുഡ് വാങ്ങിച്ചിരിക്കുകയാണ്. വെജ് താലിയാണ് വാങ്ങിച്ചത്. ഉച്ച കഴിച്ച ആ ഒരു ബിരിയാണി ഒഴിവാക്കി വെജ് താലിയിലേക്കായി. ഇതാണ് വെജ് താലി. റൈസ് ഉണ്ട്, ഒരു അച്ചാറുണ്ട്, ഒരു സ്പൂണുണ്ട്, പിന്നെ ദാലുണ്ട്, പിന്നെ ഇതൊരു കറിയും കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 ചപ്പാത്തി വീതം കിട്ടും ഒരു താലിക്ക്. ഇതിന് ഒരെണ്ണത്തിനായത് 100 രൂപ. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടല്ലേ. 100 രൂപയാണ്. അതുപോലെ തന്നെ പൊതുവെ പല ട്രെയിനിലും പല റേറ്റ് ആണല്ലോ ഈടാക്കുന്നത്. അതെ അതെ, ഇതിന്റെ പ്രശ്നമൊന്നുമില്ല. 100 രൂപയാണ്. പിന്നെ പറഞ്ഞ പോലെ ഇത് റൊട്ടി ചപ്പാത്തി എന്ത് വേണം പറയാം. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രി കഴിക്കുന്ന ഭക്ഷണം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 1168 കിലോമീറ്റർ യാത്ര ചെയ്ത് മഹാരാഷ്ട്രയിലെ സേവാഗ്രം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ കറക്റ്റ് 9 മണി. 9 മണിയാകുമ്പോഴാണ് സേവാഗ്രത്ത് നമ്മുടെ ട്രെയിൻ എത്തിച്ചേർന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് അപ്പോൾ ഇവിടെ സേവാഗ്രം എത്തിയ സ്ഥിതിക്ക് കേരള എക്സ്പ്രസിന്റെ 1-ാമത്തെ പാർട്ടി ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ സേവാഗ്രത്ത് ഉച്ചക്ക് 12:45 എത്തേണ്ട വണ്ടിയാണ് ഇപ്പോൾ 9 മണി. അതായത് 8.25 മണിക്കൂറാണ് ഡിലേ. ന്യൂഡൽഹിയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുക്കുന്ന സമയത്ത് 3 മണിക്കൂർ ഉണ്ടായ ഡിലേ ആണ്. എവിടെ എത്തി ഇനിയിപ്പോൾ എന്താ പറയുക, നാളെ ഇപ്പോൾ രാവിലെ മിക്കവാറും നമ്മുടെ വണ്ടി ആന്ധ്രാപ്രദേശ്, ഇപ്പോൾ തെലങ്കാന വഴിക്ക് പോയി ആന്ധ്രാപ്രദേശത്തുമ്പോൾ അത് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. നാളെ ഇനി എത്ര ദിവസം ഡിലേ, അതായത് എത്ര മണിക്കൂർ ഡിലേ എന്നൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ പാർട്ടിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.